നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി VBS ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഫെബ്രുവരി 20-21 തീയതികളിൽ നടത്തുന്ന ദ്വിദിന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. മലയിഞ്ചി ചേലക്കാട് റോഡ് നിർമ്മാണത്തിന് ചാമക്കയം ഭാഗത്ത് വനം വകുപ്പ് ഉന്നയിച്ചിരിക്കുന്ന തടസ്സം നീക്കുന്നതിന് മുഖ്യമന്ത്രിയെയും വനം വകുപ്പ് മന്ത്രിയും സന്ദർശിച്ച് നടപടികൾ സത്വരമാക്കാൻ ഇടപെടൽ നടത്തുമെന്ന് PT തോമസ് MP. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടമറുക് പള്ളിപ്പുറം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അറക്കുളം സെന്റ് മേരീസ് പുത്തമ്പള്ളി ഇടവകയിലെ ആരാധന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ വാർഷികവും ക്ഷയരോഗ ബോധവൽക്കരണ സെമിനാറും നടത്തി. ഭൂരഹിതരായ പട്ടികജാതിക്കാർക്കായി 1 ഏക്കർ ഭൂമി വീതം പതിച്ചു നൽകി പട്ടയം നൽകിയെന്ന രേഖ ലഭിച്ചിട്ടും ഇനിയും സ്ഥലം അനുവദിച്ച് നൽകാത്തത് ജനങ്ങളെ വഞ്ചിച്ചതാണെന്ന ആരോപണം ശക്തമാകുന്നു. മാതൃഭൂമി കോട്ടയം ഓഫീസിലെ ജീവനക്കാരൻ തൊടുപുഴ കാപ്പ് മോർപ്പിളിൽ MG മനോജ് വാഹനാപകടത്തിൽ മരണമടഞ്ഞു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഫെബ്രുവരി 20-21 തീയതികളിൽ നടത്തുന്ന ദ്വിദിന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ സായാഹ്ന ധർണ നടത്തി. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ ധർണ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ദേശീയ നഷ്ടമുണ്ടാക്കുന്ന പറയുന്നവർ ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് വിശദീകരിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, ഈ പണിമുടക്കിന് രാജ്യത്ത് മാത്രമല്ല ശ്രദ്ധിക്കപ്പെടുന്നത്, ഈ പണിമുടക്ക് സാർവദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനൊരു സാർവദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്? ദ്വിദിന ദേശീയ പണിമുടക്കിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുന്നതിന് മുന്നോടിയായി തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ ജീവനക്കാർ പ്രകടനം നടത്തി. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി MN ശിവനുണ്ണി യോഗം ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം D ബിനിൽ പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ ഡീസലിന്റെ വില നിർണ്ണയിക്കാനുള്ള അവകാശം, ഈ കഴിഞ്ഞ ദിവസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിക്കാൻ ഇപ്പൊ സർക്കാരിന് യാതൊരു നിയന്ത്രണമില്ല. ഇതിൽ ഈ സാഹചര്യം നിശ്ചിതമായിരുന്നെങ്കിൽ വില നിർണ്ണയിക്കാനുള്ള അവകാശം പോലും പെട്രോളിയം കമ്പനികളെ ഏൽപ്പിക്കാനുള്ള തീരുമാനം, അതോടൊപ്പം തന്നെ പൊതുവിതരണ സമ്പ്രദായം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഇതിനകം എടുത്തു കഴിഞ്ഞു. പൊതുവിതരണ സമ്പ്രദായം സബ്സിഡി കൊടുത്തുകൊണ്ട് വിലക്കയറ്റം തടഞ്ഞു നിർത്താൻ കഴിയുന്ന തരത്തിൽ ഒരു പരിധിവരെയെങ്കിലും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്ന സാഹചര്യമാണ് പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെട്ട രീതിയിൽ നടന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ അങ്ങനെ സബ്സിഡി കൊടുത്തുകൊണ്ട് പൊതുവിതരണ സമ്പ്രദായങ്ങളോ അല്ലെങ്കിൽ സബ്സിഡി കൊടുത്തുകൊണ്ട് യാതൊരുവിധ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനങ്ങളൊന്നും നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സബ്സിഡികളും ഘട്ടം ഘട്ടമായി സർക്കാർ എടുത്തു മാറ്റുന്നു. മലയിഞ്ചി ചേലക്കാട് റോഡ് നിർമ്മാണത്തിന് ചാമക്കയം ഭാഗത്ത് വനം വകുപ്പ് ഉന്നയിച്ചിരിക്കുന്ന തടസ്സം നീക്കുന്നതിന് മുഖ്യമന്ത്രിയെയും വനം വകുപ്പ് മന്ത്രിയും സന്ദർശിച്ച് നിവേദനം നൽകുമെന്നും നടപടികൾ സത്വരമാക്കാൻ ഇടപെടൽ നടത്തുമെന്നും PT തോമസ് MP അറിയിച്ചു. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് സ്ഥലം സന്ദർശിക്കുകയായിരുന്നു MP. മലയിഞ്ചി ചേലക്കാട് റോഡ് ഇടുക്കി പാക്കേജിൽ 50 കോടി രൂപയുടെ റോഡുകൾ ജില്ലയിൽ ടെൻഡർ ചെയ്തതിൽ ഒരു റോഡാണ്. ആ റോഡിൻ്റെ പണി ദ്രുതഗതിയിൽ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം ഒരു 350-400 മീറ്റർ മേഖലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയ തടസ്സം വന്നതുകൊണ്ട് ആ പണി 400 മീറ്റർ ഏരിയയിൽ നടത്തുന്നതിന് ചില തടസ്സം വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഊരുകൂട്ടം കൂടി ആ പ്രമേയം പാസാക്കി ഇവിടെ പണി നടത്തുന്നതിനുള്ള നിയമപരമായ കേന്ദ്ര വനനിയമത്തിനനുസരണമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. 1 ഹെക്ടറിൽ താഴെയുള്ള ഇപ്രകാരം നഷ്ടപ്പെടുന്ന 1 ഹെക്ടറിൽ താഴെയാണ് ഭൂമിയെങ്കിൽ അതിന് അനുമതി തരാനുള്ള എല്ലാ അവകാശവും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ DFOയ്ക്കുള്ളതാണ്. എന്തുകൊണ്ടെന്നറിയുന്നില്ല, അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇടമറുക് പള്ളിപ്പുറം കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR സോമരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ചെറുതും വലുതുമായ കുടിവെള്ള പദ്ധതികളുണ്ട്. ഇപ്പോൾ നടക്കുന്ന നബാർഡ് സ്കീമിനുള്ള പദ്ധതി, സ്പാൻ പദ്ധതി ഒരു വലിയ പദ്ധതിയാണ്. അത് നമുക്കറിയാം, പൈപ്പില്ലായിട്ടുകൊണ്ടിരിക്കുന്നു. ഏത് കുടിവെള്ള പദ്ധതി നടപ്പാക്കിയാലും, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ നടപ്പാക്കിയാലും എല്ലാ പ്രദേശത്തും അത് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ആ ഭൂമിയുടെ കിടപ്പുമൊക്കെ അനുസരിച്ച് കുറേ കാർഷിക മേഖലയ്ക്ക് കുളിർമയായി വേനൽ മഴയെത്തി. കടുത്ത വേനൽ മൂലം ഊഷര ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്ന നാടിനെ തണുപ്പിച്ചാണ് കനത്ത വേനൽ മഴ ലഭിച്ചത്. തകർച്ച നേരിട്ടിരുന്ന കൃഷികൾക്ക് മഴ പുതുജീവൻ പകർന്നു. ജലസേചന സൗകര്യമില്ലാതെ കർഷകർ വളഞ്ഞ സമയത്താണ് വേനൽ മഴ എത്തിയത്. മഴയ്ക്കായി പ്രാർത്ഥന നടത്തിയ കേരള തമിഴ്നാട് അതിർത്തി മേഖലകളിലും കട്ടപ്പനയിലും 1 മണിക്കൂറോളം മഴ തിമിർത്തു പെയ്തു. കഴിഞ്ഞ ദിവസം മഴ ചെറിയ തോതിൽ ലഭിച്ചത് കാപ്പിക്കാണ് ഏറ്റവും അനുകൂലമായത്. കാപ്പി പൂക്കുന്നതിന് ഇത് കാരണമായി. അറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളി ഇടവകയിലെ ആരാധന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ വാർഷികവും ക്ഷയരോഗ ബോധവൽക്കരണ സെമിനാറും നടത്തി. ജോസ് മുത്തയുടെ അധ്യക്ഷത വഹിച്ച സെമിനാർ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീകല ഗോപി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ അറക്കുളം ഗ്രാമപഞ്ചായത്ത് വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ സംഘങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, ആദ്യം മുതൽ നമ്മൾ തുടങ്ങിയ സംഘങ്ങൾ അതിലുണ്ടാകുന്ന പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെ വീണ്ടും വിഘടിച്ച് പോയി അടുത്ത ഗ്രൂപ്പ് ഉണ്ടാക്കി, അവിടുന്ന് വീണ്ടും പോയി ഗ്രൂപ്പ് ഉണ്ടാക്കി, പിന്നെ ഉണ്ടാക്കി. കാരണം അവർ തമ്മിലുള്ള എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടോ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങളുണ്ടോ അതിങ്ങനെ മാറി നമ്മൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വീണ്ടും ഈ 14 വർഷം പിന്നിടുമ്പോഴും ഒരു 5 വർഷത്തിന് താഴെ ആയുള്ളൂ. ഈ പള്ളി നമ്മുടെ കുളമാവ് മരിയൻ സാഹിത്യ സംഘം രൂപതയുടെ പേരില്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലെ രൂപതയുടെ കീഴിൽ ധാരാളം സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുളമാവ് സംഘങ്ങളുടെ എല്ലാ പരിപാടിക്കും തന്നെ മിക്ക പരിപാടിക്കും പുരുഷ സംഘങ്ങളുടെയും സ്ത്രീകളുടെ സംഘം. വീട്ടുകാരെ കുറിച്ച് നന്നായി അറിയാവുന്ന വ്യക്തിയാണ് ഇരുമ്പുപാടത്തിന് സമീപം 12-ാം മൈൽ മാറാച്ചേരി പുത്തയ്യത്ത് ജിജോയുടെ വീട്ടിൽ കവർച്ച നടത്തിയതെന്ന് പോലീസ്. ജിജോ വീട് പൂട്ടി പുറത്തു പോകുമ്പോൾ സ്ഥിരമായി താക്കോൽ വയ്ക്കുന്നത് മുൻവശത്തെ കതകിനോട് ചേർന്ന് തൂക്കിയിട്ടിട്ടുള്ള പൂച്ചട്ടിയിലാണ്. ഇത് അറിയാവുന്നവരോ സംഭവ ദിവസം താക്കോൽ പൂച്ചട്ടിയിൽ വയ്ക്കുന്നത് കണ്ടവരോ ആകാം മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. 5:30-ക്കും 7:00-ക്കും ഇടയ്ക്കായിട്ട് മോഷണം നടന്നിട്ട് വീടുകളിലിരിക്കുന്നുണ്ട്. ഏകദേശം 15 പവനുള്ള സ്വർണ്ണാഭരണങ്ങൾ 2500 മോഷണം പോയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഭൂരഹിതരായ പട്ടികജാതിക്കാർക്കായി 1 ഏക്കർ ഭൂമി വീതം പതിച്ചു നൽകി പട്ടയം നൽകിയെന്ന് രേഖ ലഭിച്ചിട്ടും ഇനിയും സ്ഥലം അനുവദിച്ച് നൽകാത്തത് ജനങ്ങളെ വഞ്ചിച്ചതാണെന്ന ആരോപണം ശക്തമാകുന്നു. പുള്ളിക്കാനം ഭാഗത്ത് താമസിക്കുന്നവർക്കാണ് വർഷങ്ങൾക്ക് മുമ്പ് പട്ടയം കിട്ടിയിട്ടും കൃഷിക്കായി ഭൂമി ഇനിയും അനുവദിക്കാത്തത്. അനവധി തവണ പട്ടയം ലഭിച്ചവർ നീതി തേടി ജില്ലാ ഭരണകൂടത്തെ സമീപിച്ചെങ്കിലും ഇനിയും ഭൂമി അനുവദിച്ചിട്ടില്ല. ഇവർക്കായി ചിന്നക്കനാലിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയക്കാർ ഇടപെട്ട് തടഞ്ഞതായും ഇവർ BBC ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾക്ക് 2003 ഇടുക്കി വെച്ച് പട്ടയം തന്നതാണ്. മുഖ്യമന്ത്രിയും എല്ലാ ST/SC വിഭാഗത്തിലെ മന്ത്രിയും കൂടിയാണ് ഈ പട്ടയം തന്നത്. ഇതുവരെയായിട്ട് ഈ പട്ടയത്തിന് ഞങ്ങൾക്ക് സ്ഥലം തരുവായിട്ട് യാതൊരു നടപടി ഇതിന് പ്രകാരം. ഫെബ്രുവരി 24 ഞായറാഴ്ച അറക്കുളം മൂന്നുക വയൽ ആൽഫ യൂത്ത് ക്ലബ്ബ് നടത്തുന്ന 3ാമത് അഖില കേരള വടംവലി മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തെ പ്രമുഖ വടംവലി ടീമുകൾ മാറ്റൊരുക്കുന്ന മത്സരങ്ങളിലെ വിജയികൾക്ക് 1ാം സമ്മാനമായി തൊടുപുഴ പുളിമൂട്ടി സെൽസ് ഹൗസ് നൽകുന്ന 12,001 രൂപയും മൂലമറ്റം PM ബെഡ് സെന്റർ നൽകുന്ന എവറോളിൻ ട്രോഫിയും ലഭിക്കും. ഇടുക്കി പോലീസ് ചീഫ് ജോർജ് വർഗീസ് മത്സരങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുപ്പിക്കേണ്ട പരിപാടിയാണിത്. 50 പേര് ടീം വരും. 16 പ്രൈസ് ഉണ്ട്. 12,001 തുടങ്ങും. മൊത്തം 16 പ്രൈസ്. ലാസ്റ്റ് പ്രൈസ് 2,001 രൂപ. ഇടുക്കിയിലെ തന്നെ ഇത്രയും പ്രൈസ് നൽകിക്കൊണ്ടൊരു പ്രോഗ്രാം ആൽഫ യൂത്ത് ക്ലബ്ബ് അറക്കുളം മൂന്നുംകോലിൻ്റെ. തൊടുപുഴ നഗരത്തിനുള്ളിലെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുക, കുറ്റകൃത്യങ്ങൾ തടയുക, പുഴയിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നവരെ പിടികൂടുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട 22 ഭാഗങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. നഗരത്തിൽ ഗാന്ധി സ്ക്വയർ, ജോസ്കോ ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡ്, കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡ്, സീമാസ് ജംഗ്ഷൻ, വെങ്ങല്ലൂർ കവല, കോളാലി ജംഗ്ഷൻ, ആദം സ്റ്റാർ, ധന്വന്തിരി, പോലീസ് സ്റ്റേഷന് മുൻവശം, മൂപ്പരക്കടവ് പാലം തുടങ്ങിയിടങ്ങളിലാണ് ക്യാമറകൾ കണ്ണു തുറക്കുന്നത്.
പകലും രാത്രിയിലും വ്യക്തതയുള്ള ചിത്രങ്ങൾ ലഭിക്കുന്ന ഗുണമേന്മയുള്ള ക്യാമറകളാണ് ഉപയോഗിക്കുക. എല്ലാ വശത്തേക്കും തിരിക്കാവുന്നതും സൂം ചെയ്യാവുന്നതുമായ റിവോൾവിംഗ് ക്യാമറകളും ഇതിൽ ഉൾപ്പെടും. നഗരത്തിലേക്ക് എത്തുന്നതും തിരിച്ചു പോകുന്നതുമായ വാഹനങ്ങൾ തിരിച്ചറിയുന്നതിനായി ആഡംബര കാറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന 40 ലക്ഷം രൂപ വില മതിക്കുന്ന 70 കിലോ ചന്ദനം വനപാലകർ പിന്തുടർന്ന് പിടികൂടി. ചന്ദനമരത്തടിയോട് രൂപസാദൃശ്യമുള്ള അഗൽ മരത്തിന്റെ 50 കിലോ തൂക്കം വരുന്ന കഷ്ണങ്ങളും പിടിച്ചെടുത്തു. മറയൂർ DFO ജസ്റ്റിസ് സ്റ്റാൻലിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മറയൂർ റേഞ്ച് ഓഫീസർ B. വിനോദ്, കാന്തല്ലൂർ റേഞ്ച് ഓഫീസർ രഞ്ജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം നേര്യമംഗലം വനമേഖലയിൽ വെച്ചാണ് ചന്ദനം പിടികൂടിയത്. മറയൂരിൽ നിന്ന് മാങ്കുളത്ത് എത്തിച്ച് അവിടെ നിന്ന് കാറിൽ ഒളിപ്പിച്ച ചന്ദനം കടത്തുകയായിരുന്നു. DFOയ്ക്ക് ഇന്നലെ കിട്ടിയൊരു രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറയൂർ DFOയും കാന്തല്ലൂർ റേഞ്ച് ഓഫീസറായ ഞാനും മറയൂർ റേഞ്ച് ഓഫീസറും ദേവൂർ റേഞ്ച് ഓഫീസറും സ്റ്റാഫും എല്ലാവരും കൂടെ രാത്രി നേര്യമംഗലം അടിമാലി ഭാഗത്ത് പെട്രോളിംഗ് നടത്തുകയും തുടർന്ന് പുലർച്ചെ 6 മണി ഇടുക്കി ജില്ലാ സൈക്ലിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരം നടത്തി. മലങ്കര എസ്റ്റേറ്റിലെ 2 കിലോമീറ്ററോളം ദൂരമുള്ള പാതയിലാണ് 12 മുതൽ പ്രായമുള്ള കുട്ടികൾക്കായി 18 ഇനങ്ങളിൽ മത്സരങ്ങൾ ഒരുക്കിയത്. മത്സരങ്ങൾ PT തോമസ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK സുഭാഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NK ബിജു, സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് N രവീന്ദ്രൻ, അഡ്വക്കേറ്റ് ജോസ് പാലിയത്ത്, ഷെൽബിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. പുള്ളിക്കാനം മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നുവെന്ന പരാതി. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തലനാട് ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയായ പുള്ളിക്കാനത്ത് വേനൽ ആരംഭിച്ചതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി കഴിഞ്ഞു. വർഷങ്ങളായി പണി പൂർത്തിയാക്കിയെന്ന് അവകാശപ്പെടുന്ന വാട്ടർ ടാങ്കും കുളവും പൈപ്പ് ലൈനുകളും ഇനിയും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിനാലാണ് ശുദ്ധജലക്ഷാമം രൂക്ഷമാകാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അറക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള എസ്റ്റേറ്റ് കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ മോട്ടോറും മറ്റും ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിതരണം ഇനിയും ആരംഭിച്ചിട്ടില്ല. പട്ടികജാതി ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പദ്ധതി അഴിമതികൾക്കിടയിൽപ്പെട്ട് പണികൾ പൂർത്തിയാക്കാത്തതാണെന്നും ജനങ്ങൾ പറഞ്ഞു. 93 പഞ്ചായത്തിന്റെ ടാങ്ക് ഇവിടെ പണിതാണ്. അപ്പം താഴെ 2008 SC ഫണ്ട് ഒരു 15 ലക്ഷം രൂപ. ആ 15 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു 6 മീറ്റർ താഴ്ചയിൽ കുളം കുത്തണമെന്നാണ്. അതിന് 2.5 മീറ്റർ. തൊടുപുഴയിൽ പുതിയ ബാറുകൾക്ക് അനുമതി നൽകുന്നതിന് പിന്നിൽ നഗരസഭയുടെ അഴിമതിയും നിക്ഷിപ്ത താൽപര്യങ്ങളുമാണെന്ന് കേരള ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. തൊടുപുഴയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ ബാറുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാറുകൾ അനുവദിക്കുന്നത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും പരമാധികാരമുണ്ട്. ബാറുകളുടെ ലൈസൻസ് കൊടുക്കുന്നതിന് അനുവദിക്കണോ വേണ്ടോ എന്ന തീരുമാനം എത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ടും പരമാധികാരമുള്ളതാണ്. ഈ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ജനങ്ങളുടെ സർവോന്മുഖമായ നന്മയ്ക്ക് ഉതകുന്ന രീതിയിൽ അധികാരം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. മാതൃഭൂമി കോട്ടയം ഓഫീസിലെ ജീവനക്കാരൻ തൊടുപുഴ കാപ്പ് മോർപ്പിളിൽ MG മനോജ് വാഹനാപകടത്തിൽ മരിച്ചു. 37 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ 2ഓടെ വെങ്ങലൂർ കവലയ്ക്ക് സമീപമായിരുന്നു അപകടം. എതിരെ വന്ന പാഴ്സൽ ലോറി പെട്ടെന്ന് ദിശ മാറി വന്ന് മനോജ് സഞ്ചരിച്ചിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു. ഓടിക്കൂടിയവർ ഉടൻ തന്നെ ചാഴിക്കാട്ട് ആശുപത്രിയിലും തുടർന്ന് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തൊടുപുഴയിലുള്ള മാതൃഭൂമി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. മാധ്യമപ്രവർത്തകരും സമൂഹത്തിന്റെ നാനാതുറകളിലുമുള്ളവർ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. പരേതരായ ഗോപിനാഥൻ നായർ, ലക്ഷ്മിക്കുട്ടിയമ്മ ദമ്പതികളുടെ മകനായ മനോജ് അവിവാഹിതനാണ്. സഹോദരങ്ങൾ അജയ്കുമാർ, ബാഹുലയൻ, ലാലു, അനിൽകുമാർ, ബേബി, മായ.